അതെന്താണ് വ്യക്തമല്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ മാനിഫെസ്റ്റോ ഇന്നലെ വരെ പുറത്തിറക്കി. ഈ മാനിഫെസ്റ്റോക്കപ്പുറത്ത് അതിന് ഒരു പ്രാധാന്യവും കൽപ്പിക്കേണ്ടതായിട്ടില്ല. 5 കൊല്ലം മുമ്പ് അവർ ഇറക്കിയ മാനിഫെസ്റ്റോയിൽ അവർ പറഞ്ഞ 2500 രൂപ പെൻഷൻ കൊടുക്കുന്ന ക്ഷേമ പെൻഷൻ 5 കൊല്ലം അവർ ഭരിച്ചിട്ടും ഇന്നലെ പറയുമ്പോൾ എന്താണ് 2000 രൂപ. അപ്പൊ 5 വർഷം മുമ്പ് പറഞ്ഞ മാനിഫെസ്റ്റോ പോലും നടപ്പിലാക്കാത്തവര് ഇപ്പൊ ഈ ബഡ്ജറ്റിലൂടെ ഒരു മാനിഫെസ്റ്റോ കൂടി പുറത്തിറക്കി. അതിനപ്പുറം പ്രാധാന്യം എന്താ ഉള്ളത്? ശമ്പള പരിഷ്കരണം നടപ്പിലാക്കണമെന്നുള്ള ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ ഈ സർക്കാർ അതിന്റെ ഫോർമാലിറ്റീസെങ്കിലും തീർത്തിട്ട് വേണമായിരുന്നു പ്രഖ്യാപിക്കാൻ. ഇതൊരു പ്രഖ്യാപനം കൊണ്ട് മാത്രം ശമ്പള പരിഷ്കരണം നടക്കുമോ? അടുത്ത സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ട് ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത് പോലെ ഒരു ടിക്കറ്റ് എടുത്താൽ ജനം അത് കേട്ടിട്ട് ഇവർക്ക് ലോട്ടറി എടുക്കാൻ അനുവദിക്കുന്നു വിചാരിക്കും. തെറ്റല്ലേ? അതുകൊണ്ട് അതിനകത്തൊന്നും കാര്യമില്ല. ഇത് വെറും പൊള്ളയായിട്ടുള്ള ബഡ്ജറ്റായിരുന്നു. അവർക്ക് പറയാനുള്ള തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ വീണ്ടും കബളിപ്പിക്കാനുള്ള ഒരു മാനിഫെസ്റ്റോ റിലീസ് ചെയ്തു അപ്പുറം ഒന്നുമില്ല ഇതിനകത്ത്. ഉദാഹരണം അങ്ങനെ അങ്ങനെയല്ലെന്ന്. ക്ഷേമ പെൻഷൻ 2500 പറഞ്ഞത് മാനിഫെസ്റ്റോയിൽ. അത് നടപ്പിലാക്കില്ല. പിന്നെ ഞാൻ MC റോഡ് 4 വരി പാതയാക്കും. ഇത് 4 വർഷം മുമ്പുള്ളത് ഇതുപോലെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബഡ്ജറ്റിൽ. 4 കൊല്ലം മുമ്പ് പ്രഖ്യാപിച്ച അതേ പ്രഖ്യാപനം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പ്രഖ്യാപിക്കുന്നതാണ് പറയുന്നത്. അതെന്താ 4 കൊല്ലമായിട്ട് നടപ്പിലാക്കാൻ പറ്റിയിട്ടില്ലേ സർക്കാരിന്? അപ്പൊ പഴയ പ്രഖ്യാപനം. പിന്നെ ഒരു സർക്കാരാകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നടത്താതിരിക്കുമോ? കുറെ കാര്യങ്ങൾ നടക്കും. അത് സ്വാഭാവികമല്ല. അതെല്ലാ സർക്കാരും നടത്തൂലേ? അതിനപ്പുറം ഈ കാര്യത്തിൽ ഒരു പുതുമയില്ല എന്നുള്ളതാണ് ആ കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അതായത് ഈ പ്രതിപക്ഷം പലതരത്തിലുള്ള വിമർശനം ഉന്നയിക്കുമെങ്കിലും ഈ സാമ്പത്തികമായി കേന്ദ്രം കേരളത്തെ വരിഞ്ഞു മുറുക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു നടപടിയും പ്രതിപക്ഷ നേതാവ് അടക്കം പറയുന്നില്ല. ആ ഭാഗം എന്തുകൊണ്ടാണ് കോൺഗ്രസ് വിട്ടുകളയുന്നത്? അത് തെറ്റായിട്ട് തോന്നുന്ന കാര്യം. ധനമന്ത്രി ചോദിക്കുന്ന കാര്യം താങ്കൾ ധനമന്ത്രിയോട് തന്നെ ചോദിക്കുക. കേന്ദ്രത്തിൽ മോഡിക്കെതിരെ പോരാടുന്ന രാഷ്ട്രീയ പാർട്ടി, കേന്ദ്ര ഗവൺമെന്റ് തെറ്റായ നയങ്ങൾക്കെതിരെ പോരാടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസാണ്. കോൺഗ്രസുമായി ബന്ധപ്പെട്ട മുന്നണികളാണ്. ഒരു വിട്ടുവീഴ്ചയിൽ ഇപ്പൊ ഇന്നലെ തന്നെ അവരുടെ ഇക്കണോമിക് സർവേയിൽ അവർ ചെയ്തിരിക്കുന്നത് എന്താണ്? ജനങ്ങൾക്ക് കൊടുത്ത അവകാശങ്ങളെ മുഴുവൻ തിരിച്ചെടുക്കുകയാണ്. ഇപ്പൊ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞാൽ തൊഴിൽ ചെയ്യാനുള്ളത് ജനങ്ങളുടെ അവകാശമാക്കിയത് UPA ഗവൺമെന്റാണ്. പാവപ്പെട്ട ഒരു തൊഴിലാളിക്ക് എനിക്കൊരു ജോലി വേണമെന്ന് ആവശ്യം ഉന്നയിച്ചാൽ ആ ജോലി കൊടുക്കേണ്ട ബാധ്യത കൊടുക്കുന്ന തൊഴിൽ അവകാശമാക്കിയതാണ്. ഇപ്പൊ ഇന്നലത്തെ എന്താ പറയുന്നത്? ഇക്കണോമിക്സ് സർവേയിൽ പറയുന്നത് എന്താണ്? റൈറ്റ് ടു ഇൻഫർമേഷനും കൂടെ പിൻവലിക്കണം. വിവരം അറിയാനുള്ള അവകാശം ജനങ്ങൾക്ക് കൊടുത്തത് മഹാപരാധമായി പോയി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ അതാണ്. ജനങ്ങൾക്ക് വിവരം അറിയാനുള്ള അവകാശം കൊടുത്തതാണ് എന്താണ് ഇക്കണോമിക് സർവേ പറഞ്ഞിരിക്കുന്നത്. ഇതിനെയൊക്കെ സത്യത്തിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളിക്കുന്ന, ജനങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങളെ കവർന്നെടുക്കുന്ന മോഡി സർക്കാരിന്റെ നയമാണ്. അതിനെ പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ എതിർക്കും. എല്ലാത്തിനും ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തുമെന്നുള്ളതിന് ഒരു വിശ്വാസം വേണ്ട. ഇതൊക്കെ തന്നെ ഒരു വല്ലാത്ത കളിയാണ് മോഡി കളിക്കുന്നത് എന്നുള്ളത് സത്യമാണ്. ഞങ്ങൾ വടക്കേ മലബാറിലൊരു പാട്ടുണ്ട്, കൊല്ലാതെ കൊണ്ടുവന്നത് നീയെ ചാപ്പ, ഇന്നെന്നെ കൊല്ലിച്ചത് നീയെ ചാപ്പ. അപ്പൊ മനസ്സിലായോ? ചാപ്പയല്ല, നിങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ നിങ്ങൾ മാധ്യമങ്ങൾ ഒരു ദിവസം പറയും ശശി തരൂർ CPM-നോട് ചർച്ച നടത്തി. ശശി തരൂർ നിഷേധിച്ചാൽ നിങ്ങളിപ്പോ അത് വിശ്വസിക്കുന്നില്ല. ഇതിനകത്ത് നിങ്ങൾ പറയുന്നത് തരൂരിന്റെ പേര് പറയുന്നതിനകത്ത് ഒരു കാര്യമില്ല. എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്, അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ ആ കാര്യങ്ങളെക്കുറിച്ചൊന്നുമില്ലാന്ന്. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമാണ് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ വളരെ സജീവമായി ശക്തമായിട്ട് പാർട്ടി നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം. വാർത്ത നിങ്ങൾ ഉണ്ടാക്കിയത് നിങ്ങളെ ഇപ്പൊ അതൊക്കെ അതൊന്നും ഇനിയിപ്പോ വീണ്ടും കുത്തിപ്പോക്കി പ്രശ്നം ഉണ്ടാക്കുന്ന ഉദ്ദേശമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ഒന്ന് പറഞ്ഞതാ. എന്തായാലും എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങളുടെ പാർട്ടിയുടെ ഡിസൈൻ എന്ന് പറയുന്നത് അങ്ങനെയായി പോയി. എതിരഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അവരെ 52 വെട്ടി കൊന്നു തീർക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ ശൈലി. മനസ്സിലായില്ലേ? ഞങ്ങളുടെ ശൈലി എതിരഭിപ്രായങ്ങളെ സ്വീകരിച്ച് അത് നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ ആ നല്ല കാര്യങ്ങൾ കൂടെ കൊച്ചു മുന്നോട്ട് പോകുക.
ആ എതിരഭിപ്രായങ്ങളൂടെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ശൈലി. അതല്ലാതെ കുഞ്ഞികൃഷ്ണൻ ഒരു അഭിപ്രായം പറഞ്ഞ ഉടനെ ആ കുഞ്ഞികൃഷ്ണൻ ചെയ്ത എത്രയോ ത്യാഗങ്ങൾ എന്റെ നാട്ടുകാരനാണ്, അതെല്ലാം ഒരു ദിവസം മറന്നിട്ട് കുഞ്ഞികൃഷ്ണൻ ഇപ്പം കോടാലിയായി എന്ന് പറയുന്ന പോലെ അങ്ങ് പറയാൻ പറ്റൂല. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് എന്തായാലും കോൺട്രിബ്യൂഷൻ നടത്തുന്ന ആരാണ് എല്ലാ നേതാക്കന്മാരും. അവർക്ക് വ്യക്തിപരമായ അഭിപ്രായം ഉണ്ടാവും, പക്ഷേ പാർട്ടി അഭിപ്രായങ്ങളോട് ചിലപ്പോൾ എതിരായിരിക്കും. അപ്പോൾ ആ അഭിപ്രായങ്ങൾ എതിരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ എതിർപ്പിന് കാരണം എന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കും. അതിനനുസരിച്ച് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കും. ഗത്യന്തരമില്ലാതാകുമ്പോൾ മാത്രം ആ പാർട്ടി ഏതെങ്കിലും നടപടി എടുക്കാറുള്ളൂ. ഓക്കെ, അതെന്താ ഇപ്പൊ അതും ഒരു തമാശയല്ലേ? കേരളയിൽ പ്രഖ്യാപിച്ചു, കേന്ദ്ര അനുമതിക്ക് മുമ്പേ കേരളയിലെങ്കിൽ പ്രഖ്യാപിച്ചു. വികസനം നടത്തുന്നു എന്ന പ്രഖ്യാപനം നടത്തിയോണ്ട് വല്ല കാര്യമുണ്ടോ? എന്തോ തിരിച്ചിരിക്കുകയാണ്. വികസന പ്രഖ്യാപനങ്ങൾ നടത്തിയാൽ ജനം അതിൽ വീഴുമെന്ന്. ഇത്തരമൊരു പ്രഖ്യാപനം ഈ ശ്രീധരന്റെ ഒരു പ്രഖ്യാപനം വന്നു കഴിഞ്ഞ ദിവസം. ഹൈസ്പീഡ് റെയിൽവേ വരാൻ വേണ്ടി പോകുന്നു. കേന്ദ്രമന്ത്രിയായിട്ട് അദ്ദേഹം ചർച്ച നടത്തിയെന്ന് പറയുന്നു. നമുക്ക് വികസനം വേണ്ടത് കാര്യമായിട്ടുള്ള ചർച്ചകൾ എല്ലാ തലത്തിലും നടത്തി അതിനാവശ്യമായിട്ടുള്ള ഗൃഹപാഠം നടത്തിയിട്ട് ആ ഗൃഹപാഠവുമായി വരുന്നതിന് പകരം കേന്ദ്രമന്ത്രി എന്തോ ചർച്ച നടത്തിയെന്ന് കണ്ട ഉടനെ ഇവിടെ ഒരു പെട്ടെന്നൊരു പ്രഖ്യാപനം, ആ പ്രഖ്യാപനം കടത്തി പിറ്റേന്ന് ദിവസം തന്നെ ബജറ്റിൽ അതിനെക്കുറിച്ചുള്ള ഒരു പ്രഖ്യാപനം. ഇതൊക്കെ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ളതെന്ന് മനസ്സിലാവും. ആത്മാർത്ഥമായിട്ട് വരട്ടെ, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ വരും. ഈ കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാവുന്ന വൻ പദ്ധതികളും ജനങ്ങൾക്ക് വേണ്ടി ഉപകാരപ്രദമായിട്ടുള്ള ക്ഷേമ പദ്ധതികളും ഉണ്ടാവും. വെയിറ്റ് ആൻഡ് സീ. അതുവരെ കാത്തിരിക്കുക.